നമസ്കാരം. ഹിന്ദുക്കൾക്കിടയിൽ ഏറ്റവും ആദരണീയമായ തീർത്ഥാടന സർക്യൂട്ടുകളിൽ ഒന്നാണ് അമർനാഥ് യാത്ര. ഈ വാർഷിക ഇവന്റ് ജൂലൈയിൽ ആരംഭിച്ച് എല്ലാ വർഷവും ഓഗസ്റ്റ് പകുതി വരെ നീണ്ടു നിൽക്കും. ഏകദേശം 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വിശുദ്ധ യാത്രയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന അമർനാഥ് ഗുഹ ഭക്തർക്കിടയിൽ ആത്മീയ പ്രാധാന്യമുള്ള ഹൈന്ദവ ആരാധനാലയങ്ങളിൽ ഒന്നാണ്. ചന്ദ്രന്റെ ഘട്ടങ്ങൾക്കൊപ്പം ചുരുങ്ങുകയും വളരുകയും ചെയ്യുന്ന അമർനാഥ് ഗുഹയുടെ പ്രധാന ആകർഷണമാണ് ശിവലിംഗം. 52 ദിവസം നീണ്ടു നിൽക്കുന്ന അമർനാഥ് യാത്രയിൽ പങ്കെടുക്കാൻ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. കർശനമായ നിയന്ത്രണത്തോടെയും സുരക്ഷാ ക്രമീകരണത്തോടെയുമായിരിക്കും ഈ തവണത്തെ യാത്ര ആരംഭിക്കുക. ഇതിനായി ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങൾ സർക്കാർ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. അമർനാഥ് യാത്രയ്ക്കായുള്ള മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. യാത്രയുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ വിവരങ്ങൾ ആപ്പിൽ ലഭ്യമാകും. യാത്രയുമായി ബന്ധപ്പെട്ട ഓൺലൈൻ റിസർവേഷനിലേക്കുള്ള ലിങ്കുകളും കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ആപ്പിൽ ലഭിക്കും. കഠിനമായ കാലാവസ്ഥയും ഹിമാലയൻ ഭൂപ്രകൃതിയും കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപകടകരമായ യാത്രകളിൽ ഒന്നുകൂടിയാണിത്. ശിവൻ തന്റെ അമരത്വത്തിന്റെ രഹസ്യം പാർവതിക്ക് വെളിപ്പെടുത്തിയ ഇടമെന്ന് വിശ്വസിക്കപ്പെടുന്ന അമർനാഥിൽ വർഷത്തിൽ പ്രത്യേക സമയത്ത് മാത്രമാണ് പൂജകൾ നടക്കുന്നത്. പ്രകൃതി നിർമ്മിതമായ ഈ ഗുഹാക്ഷേത്രം വർഷത്തിൽ കൂടുതൽ സമയവും മഞ്ഞുമൂടിയ നിലയിലാണ് കാണപ്പെടുന്നത്. സർക്കാരിൽ നിന്നും മുൻകൂട്ടി പ്രത്യേക അനുമതി ലഭിച്ചവർക്ക് മാത്രമേ ഇവിടം സന്ദർശിക്കാൻ അനുമതിയുള്ളൂ. വർഷത്തിൽ 30 മുതൽ 40 ദിവസം വരെയാണ് ഇവിടെ തീർത്ഥാടനത്തിനെത്തുവാൻ സാധിക്കുക. ഇന്ത്യൻ സൈന്യത്തിന്റെ കർശനമായ സുരക്ഷയിലാണ് തീർത്ഥാടകർ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നടത്തുക. പ്രധാനമായും 2 വഴിയിലൂടെയാണ് ക്ഷേത്രത്തിലെത്താൻ സാധിക്കുക. ശ്രീനഗറിൽ നിന്നും 90 കിലോമീറ്റർ അകലെയുള്ള ബാൽതാൽ താഴ്വര വരെ ബസ്സിലോ ടാക്സിയിലോ എത്തിയ ശേഷം കാൽനടയായി അമർനാഥിലെത്താം. 14 കിലോമീറ്റർ ദൂരമാണ് ഇതിനായി നടക്കേണ്ടി വരിക. കൂടുതൽ സാഹസികത നിറഞ്ഞ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് പഹൽഗാം വഴിയുള്ള പാത തിരഞ്ഞെടുക്കാം. ജമ്മുവിലെ ഭഗവതി നഗറാണ് ഈ യാത്രയുടെ ബേസ് ക്യാമ്പ്. ഈ യാത്രയിൽ 16 കിലോമീറ്റർ കൊടും വനത്തിലൂടെ നടക്കണം. പഞ്ചതരണിയിൽ യാത്ര ക്യാമ്പ് ചെയ്ത ശേഷം 6 കിലോമീറ്റർ അകലെയുള്ള അമർനാഥിലേക്ക് പോകാം. ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെട്ടതാണ് അമർനാഥ് ഗുഹാക്ഷേത്രം. 150 അടി ഉയരവും 90 അടി വീതിയും ഈ ഗുഹയ്ക്കുണ്ട്. ഇപ്പോൾ അമർനാഥിലേക്ക് ഹെലികോപ്റ്റർ സർവീസും ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.